ഇന്ത്യൻ ടീമുമായി എപ്പോൾ ഏറ്റുമുട്ടിയാലും തിളങ്ങുന്ന ചില ഓസ്ട്രേലിയൻ ക്രിക്കറ്റർമാരുണ്ട്. അത്തരക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ മുൻനിരയിലാണ് ഓസീസിന്റെ വലങ്കൈൻ ബാറ്റർ സ്റ്റീവ് സ്മിത്തിന്റെ സ്ഥാനം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സ്മിത്ത് ആണോ കോഹ്ലിയാണോ സമകാലിക ക്രിക്കറ്റർമാരിൽ ഏറ്റവും മികച്ചയാൾ എന്നതിനെ ചൊല്ലി ചർച്ചകൾ നടന്നിരുന്നു. ടെസ്റ്റിൽ 140 കിലോമീറ്ററിലേറെ വേഗമുള്ള പന്തുകൾ നേടുന്നതിൽ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർ സ്മിത്ത് ആണെന്ന് കണക്ക് നിരത്തി വാദിച്ചവരുണ്ട്. ഇത്തരം പന്തുകൾ നേടുന്നതിൽ സ്മിത്തിന്റെ ശരാശരി 98.33 കോഹ്ലിയുടേത് 56.73 ശ്രീലങ്കൻ ക്രിക്കറ്റ് ലേഖകൻ ഡാനിയൽ അലക്സാണ്ടർ ചൂണ്ടിക്കാട്ടുന്നു. അത്രമേൽ സാങ്കേതിക തികവുള്ള ബാറ്റർ ആയിരുന്നു കങ്കാരുപ്പടയുടെ സ്വന്തം സ്റ്റീവ് പീറ്റർ ഡെവറെക് സ്മിത്ത്. പിന്നിട്ട പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ബാറ്റർമാരിൽ ഫാബ് ഫോർ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിരാട് കോഹ്ലി, കെയ്ൻ വില്യംസൺ, ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ്. സ്ഥിരത, സമ്മർദ്ദഘട്ടങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം കൊണ്ടാണ് ഇവർ നാലുപേരും സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരായി അറിയപ്പെടുന്നത്. ഇക്കൂട്ടത്തിൽ മറ്റാരേക്കാളും പിന്നിലല്ലാത്ത ഏറെ പ്രതിഭാധനനായ ഒരു ക്രിക്കറ്ററാണ് സ്മിത്ത് എന്ന് നിസ്സംശയം പറയാം. 2014 മുൻ ന്യൂസിലൻഡ് ക്രിക്കറ്റർ മാർട്ടിൻ ക്രോയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഇളമുറക്കാരിൽ 4 യുവ ബാറ്റർമാരെ ഫാബുലസ് ഫോർ അഥവാ ഫാബ് ഫോർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത്. ഈ താരങ്ങളുടെ അസാധാരണ സ്കില്ലുകൾ ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞതും മാർട്ടിൻ ക്രോ തന്നെയായിരുന്നു. പ്രശസ്ത ഇംഗ്ലീഷ് റോക്ക് ബാൻഡ് ആയിരുന്ന ബീറ്റിൽസിലെ ഫാബ് ഫോറുമായി താരതമ്യം ചെയ്താണ് ക്രോ ഇവർക്ക് ആ പേര് സമ്മാനിച്ചത്. വാലറ്റത്ത് ഒരു ഫിനിഷറായിട്ടായിരുന്നു തുടക്കമെങ്കിലും ഓസ്ട്രേലിയയുടെ മധ്യനിര ബാറ്ററായി തിളങ്ങാൻ വലിയ കാലതാമസമൊന്നും അയാൾക്ക് വേണ്ടി വന്നു. 50 ഓവർ ഫോർമാറ്റിൽ കഴിഞ്ഞ 15 വർഷമായി ഓസീസിന്റെ ആഴവും പരപ്പുമുള്ള മധ്യനിരയിലെ വൻമതിലായിരുന്നു സ്റ്റീവ് സ്മിത്ത്. റിക്കി പോണ്ടിങ്ങിനും മൈക്കൽ ക്ലാർക്കിനും ശേഷം ഇന്ത്യൻ ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറിയ ശാന്ത സ്വഭാവിയായ ബാറ്റർ. ഇടക്കാലത്ത് ഓസ്ട്രേലിയൻ നായകനായെങ്കിലും പന്ത് ചുരണ്ടൽ പോലുള്ള വിവാദങ്ങൾ ആ കരിയറിന്റെ ശോഭ കെടുത്തി. 2018 മാർച്ച് 24 കേപ്പ് ടൗണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിലാണ് സ്മിത്ത് പന്ത് ചുരണ്ടൽ വിവാദത്തിൽ അകപ്പെട്ടത്. 3ാം ടെസ്റ്റിന്റെ 3ാം ദിനം ഓസീസ് സ്പിന്നർ കാമറൂൺ ബാൻക്രോഫ്റ്റ് അടിവസ്ത്രത്തിൽ കരുതിയ ഉരക്കടലാസ് ഉപയോഗിച്ചാണ് പന്തിൽ കൃത്രിമം കാണിച്ചത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന്റെയും ഓപ്പണർ ഡേവിഡ് വാർണറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു അത്. മൂവർക്കും 12 മാസത്തെ വിലക്കും ലഭിച്ചു. 1 വർഷത്തെ വിലക്കിന് ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയെങ്കിലും ക്യാപ്റ്റനാകാനുള്ള വിലക്ക് മാറാൻ പിന്നെയും 1 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. 2021 സിഡ്നി ടെസ്റ്റിനിടെ ഇന്ത്യൻ താരങ്ങളായ പൂജാരയും ഋഷഭ് പന്തും ബാറ്റ് ചെയ്യുമ്പോൾ സ്മിത്ത് മനഃപൂർവ്വം ക്രീസിലെ ഗാർഡ് അടയാളം മായ്ച്ചു കളഞ്ഞത് വിവാദമായിരുന്നു. സ്റ്റം ക്യാമറയിലെ വീഡിയോയിൽ സ്മിത്തിന്റെ ജേഴ്സി നമ്പർ പതിഞ്ഞതും കള്ളി വിളിച്ചു താക്കി. ഇതും സ്മിത്തിന് വില്ലൻ പരിവേഷം സമ്മാനിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഓസീസിനായി 170 മത്സരങ്ങൾ കളിച്ച താരമാണ് സ്റ്റീവ് സ്മിത്ത്. 5800 റൺസും സ്വന്തമാക്കി. 2015, 2023 ഏകദിന ലോകകപ്പ് നേടിയ ഓസീസ് ടീമിൽ അംഗമായിരുന്നു. 64 ഏകദിനങ്ങളിൽ സ്മിത്ത് കങ്കാരുപ്പടയുടെ നായകനായിരുന്നു. അതിൽ 32 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 28 തോറ്റു. 2010 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആരംഭിച്ച സ്റ്റീവ് സ്മിത്തിന്റെ ODI ക്രിക്കറ്റ് ജൈത്രയാത്രയുടെ ഒടുക്കം 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയോടേറ്റ തോൽവിയോടെയായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും തുടർന്നും ടെസ്റ്റിലും 2020 കളിക്കുമെന്ന് സ്മിത്ത് അറിയിച്ചിട്ടുണ്ട്. 2028 ഒളിമ്പിക്സ് വരെ ക്രിക്കറ്റ് കളിക്കണമെന്നാണ് സ്മിത്തിന്റെ ആഗ്രഹം. ടെസ്റ്റ് ക്രിക്കറ്റിനായിരിക്കും ഇനി എന്റെ പ്രഥമ പരിഗണന. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് മുന്നിലുള്ള ലക്ഷ്യം. പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ടെസ്റ്റ് പരമ്പരകളുണ്ട്. ഓസ്ട്രേലിയൻ ടീമിനായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റീവ് സ്മിത്ത്.